ആദ്യമായിട്ട് പഠിച്ച റബ്ബ് ആ കുഞ്ഞിന് ദീർഘായുസ്സും ആരോഗ്യവും ഒക്കെ നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഇന്ന് ഞാൻ ഒരു വീഡിയോ കണ്ടപ്പോഴേ വല്ലാതെ വേദനിച്ചു പോയി. അപ്പോൾ അത് നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ വേണ്ടിയിട്ട് ആണ്. അങ്ങനെയുള്ള ഒരുപാട് അച്ഛന്മാരും അമ്മമാരും ഉപ്പമാരും ഉമ്മമാരൊക്കെ പ്രവാസ ലോകത്തും ഇവിടെ ജീവിച്ചിരിക്കുന്നുണ്ട് എന്നുള്ളത് നമ്മൾ ഓർക്കുന്നത് മക്കൾ നല്ലതാ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് നാളുകളായിട്ട് ഒരുപാട് വർഷങ്ങളായിട്ട് 50 വയസ്സേറ്റ ആ അച്ഛൻ കഴിക്കണ്. ആ അച്ഛൻക്ക് ഇന്നാണ് ആ മോൾക്ക് സ്കൂൾക്ക് പോവാൻ വേണ്ടിയിട്ട് സ്കൂൾക്ക് പോകുമ്പോൾ അമ്മ കൊടുക്കണ ക്യാഷ് എന്തെങ്കിലും വാങ്ങിക്കോ എന്ന് പറഞ്ഞിട്ട് ചിലപ്പം എന്തെങ്കിലുമൊക്കെ കൊടുക്കണ ക്യാഷ്, അതുപോലെ മറ്റുള്ളവരൊക്കെ കൊടുക്കണ ക്യാഷ് സ്വരൂപിച്ച് വെച്ചിട്ട് ഇന്ന് ആ അച്ഛൻക്ക് ഒരു ഡ്രസ്സും ഒരു കേക്കും ആ മോള് സമ്മാനിച്ചപ്പോൾ ആ അച്ഛൻ്റെ ഒരു സന്തോഷം കണ്ടപ്പോൾ അത് നിങ്ങളായിട്ട് പങ്കുവെക്കാൻ തോന്നി. ആ മോള് ഇത്രയും എന്താ പറയാ, അച്ഛൻ എത്രയോ വർഷങ്ങളായിട്ട് പ്രവാസ ലോകത്തുണ്ട്. ഇന്നേ വരെ ആ അച്ഛൻക്ക് ഒരു ബർത്ത്ഡേന്റെ ഒരു ഗിഫ്റ്റ് കൊടുക്കുക അല്ലെങ്കിൽ ഒന്ന് വിഷ് ചെയ്യേ ഒന്നും ഉണ്ടായിട്ടില്ല എന്നാ പറഞ്ഞത്. ആ അച്ഛന്റെ പെങ്ങന്മാരെ മക്കളെയും പിന്നെ എല്ലാരെയും അനിയന്റെ മക്കളൊക്കെ നല്ല നിലയിൽ പഠിക്കാനും ഒക്കെ വേണ്ടിയിട്ടൊക്കെ ഒരുപാട് കഷ്ടപ്പെട്ട്, പക്ഷെ അവരൊക്കെ വലിയ വലിയ മക്കളായി നല്ല നല്ല ജോലിക്കാരും ഒക്കെ ഉണ്ട്. പക്ഷെ എൻ്റെ മോൾക്ക് തോന്നിയ ഈ ഒരു ബുദ്ധി ഇന്ന് എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ സമ്പാദ്യം, ഏറ്റവും വലിയ ഒരു അനുഗ്രഹം, ഏറ്റവും എന്താ പറയാ, അത്രയും വലിയൊരു സന്തോഷത്തിലാണ് ആ അച്ഛൻ പറയണത്. അപ്പോൾ ആ മോളോട് ആ വീഡിയോയിൽ കണ്ടു ഞാൻ. ആ മോളോട് ചോദിക്കുന്നുണ്ട് നീ എങ്ങനെയാണ് ഈ ക്യാഷ് ഉണ്ടാക്കിയതെന്ന്. ആ മോൾക്ക് 9 വയസ്സാ 8 വയസ്സായിട്ട് ആയിട്ടുള്ളൂ. അപ്പോൾ ആ മോള് പറയാണ്, ഞാൻ ഇത് ഇങ്ങനെ സ്കൂൾക്ക് പോകുമ്പോൾ അമ്മ തരും അല്ലെങ്കിൽ അച്ഛമ്മ തരും, അങ്ങനെ തരുന്ന ക്യാഷ് ഞാൻ എടുത്തു വെച്ചിട്ടാണ് ഞാൻ ഇത് സ്വരൂപിച്ച് വെച്ചതിന് ശേഷമാണ് ഞാൻ ഇത് അച്ഛനക്ക് വേണ്ടിയിട്ട്. എനിക്കറിയാം അച്ഛൻ ഇന്നേ വരെ ഇവിടെ നാട്ടിൽ വന്നാൽ പോലും ഒരാളും ഇങ്ങനത്തെ ഒരു പരിപാടിക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സന്തോഷത്തിന് വേണ്ടിയിട്ട് അച്ഛൻ ഇതുവരെ സന്തോഷിപ്പിക്കണേ ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ എനിക്ക് അച്ഛനോട് ഒരുപാട് ഇഷ്ടമാണ്, എനിക്ക് അച്ഛനെയും ഇഷ്ടമാണ്, അച്ഛനക്ക് ഇനിയും ഇഷ്ടമാണ്. ആ ഒരു കുഞ്ഞു മോള് എന്താ പറയുക, അങ്ങനത്തെ ഒരു ഇതിൽ ആ കുഞ്ഞു മോള് പറയാണ്, അച്ഛൻ്റെ സന്തോഷമാണ് എനിക്ക് വേണ്ടത്. എനിക്ക് എന്തോ വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ് ആ കുഞ്ഞിനെ ആ പൈസ അത്രയും സ്വരൂപിക്കാൻ വേണ്ടിയിട്ട് കൊടുത്തിട്ടുള്ളത്, ഓരോരുത്തർ കൊടുക്കുന്നതും എന്തോ സാധനം വാങ്ങാൻ വേണ്ടിയിട്ടാണ്. അതൊക്കെ മാറ്റി വെച്ചിട്ട് അച്ഛൻ്റെ സന്തോഷത്തിന് വേണ്ടിയിട്ട് ആ കുഞ്ഞു മോള് കൊടുത്തപ്പോണ്ടല്ലോ, അതൊരു വല്ലാത്തൊരു നിമിഷമാണ് കേട്ടോ. അച്ഛൻ വാങ്ങി കൊണ്ടുപോകണം. അത് രാത്രി ഇവിടെ റൂമിൽ വന്നിട്ട് ഇവിടെയുള്ള ആൾക്കാർ കൊടുന്നു കൊടുക്കാൻ, നാട്ടിൽ ക്യാഷ് കൊടുത്തിട്ട് ഇവിടെ അത് സപ്ലൈ ചെയ്യാണ്, ഇവിടെ ഓർഡർ ഇവിടെ സ്വീകരിക്കുകയാണ്. ആ വീഡിയോ ഞാൻ കണ്ടത്. അപ്പോൾ എന്തായാലും ഇങ്ങനെയൊക്കെ ഒരുപാട് വർഷങ്ങളായിട്ട് ഒരു ബർത്ത്ഡേ വിഷ് ചെയ്യാത്തതും ഒരു കേക്ക് മുറിക്കാത്തൊക്കെ ഒരുപാട് അച്ഛന്മാരും അമ്മമാരും ഒക്കെ ഉണ്ട് ഇവിടെ എന്നുള്ളത് മക്കളൊക്കെ ഓർക്കണേ നന്നായിരിക്കും. ഇടയ്ക്കൊക്കെ ഇങ്ങനെയൊക്കെ ഒന്ന് ചെയ്യുമ്പോൾ